വരാത്തതിന് മുത്തശ്ശി അമ്മയെ വഴക്ക് പറയാണോ എന്തോ. പൂജ നിന്നു പോവോ എന്തോ. വേഗം അവിടെ എത്തണം. എന്ത് പറ്റി അങ്കിൾ? വണ്ടിയിൽ ഡീസൽ തീർന്നു മോനെ. ഇനി എന്ത് ചെയ്യും അങ്കിൾ? അമ്പലത്തിലേക്ക് ഇനി ഒരുപാട് ദൂരം ഉണ്ടല്ലോ. നീ വിഷമിക്കണ്ട മോനെ, ഇവിടെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നീ ഓട്ടോയിൽ തന്നെ ഇരുന്നോ, ഞാൻ പോയിട്ട് ബോട്ടിലിൽ ഡീസൽ വാങ്ങിയിട്ട് വരാം. ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ അങ്കിൾ. പെട്ടെന്ന് വരാം മോനെ. ഓട്ടോ അങ്കിൾ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത്? അമ്പലത്തിലെ അമ്മയുടെ അവസ്ഥ എന്താണോ എന്തോ. നടന്നു പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. സോറി അങ്കിൾ, ഞാൻ നടന്നു തന്നെ പൊയ്ക്കോളാം. ഈ ഉണ്ണി കാരണം ഇന്നലെ എന്റെ സ്കൂളിൽ വെച്ച് ടീച്ചറിന്റെ മുന്നിൽ ഞാൻ കള്ളനായതും ഡാഡിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയതും. അവനെ വെറുതെ വിടാൻ പാടില്ല. അവനതാ വരുന്നുണ്ട്, നോക്കിയേ. എന്താടാ ഉണ്ണി, എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് അർജന്റായിട്ട് അമ്പലത്തിലേക്ക് പോണം ശരൺ. ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞ് പോവാം. എനിക്കിപ്പോ നിന്നോട് വഴക്ക് കൂടാനൊന്നും സമയമില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. എന്താണെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ വിട്ടേക്ക് ശരൺ, എനിക്ക് പോണം. അവിടെ നിക്കടാ. ഈ അവസരം വിട്ടുകളഞ്ഞ പിന്നെ നിന്നെ കിട്ടാൻ പ്രയാസാ. പറയുന്നത് മനസ്സിലാക്ക് ശരൺ. എനിക്കിപ്പോ അമ്പലത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. നീ കാരണമല്ലേ എനിക്ക് പ്രശ്നം ഉണ്ടായത്. ടീച്ചറിന്റെ മുന്നിൽ ഞാൻ കള്ളനായതും വീട്ടിൽ നിന്ന് നല്ല അടി കിട്ടി എനിക്ക്. ഇതൊക്കെ നീ കാരണല്ലേ. നിന്നെ അങ്ങനെ വെറുതെ വിടില്ല. സോറിടാ, എന്നെ ഒന്ന് പോകാൻ വിട് പ്ലീസ് ശരൺ. ഡാ, നോക്കി നിൽക്കാതെ ഇവനെ പിടിയടാ. എടാ, എന്നെ വിടടാ. ഞാൻ മര്യാദക്കാ പറയുന്നേ, എന്നെ വിട്. എന്താടാ ഇവൻ എണീക്കുന്നില്ലല്ലോ? അടി കുറച്ച് സ്ട്രോങ് ആയി പോയോ? ആരെങ്കിലും കണ്ടാ വീണ്ടും നമുക്ക് പ്രശ്നമാവും. വാ പോവാം.
ചേട്ടാ, ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ശുഭമുഹൂർത്തം അവസാനിക്കും. അതിനുള്ളിൽ ആ മാല അമ്മയ്ക്ക് സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നീ ശാന്തി പൂജ ചെയ്യുന്നത് വെറുതെ ആവും. ഇനി മറ്റൊരു നല്ല ദിവസം നോക്കി പൂജ ചെയ്യുന്നതായിരിക്കും നല്ലത്. അന്നും പൂജ നടക്കുന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമാ തിരുമേനി. എന്താന്ന് വെച്ചാലേ, നല്ല കാര്യം സംഭവിക്കുന്നത് ഈ വീട്ടിലെ ചിലർക്ക് ഇഷ്ടമേ അല്ല. ഈ വസു കാരണം പൂജ ചെയ്യാനുള്ള അവസരം തന്നെ പോയി. ഇനിയിപ്പോ വീട്ടിൽ തിരിച്ചു പോകുന്നതാ നല്ലത്. ഇളമേ, നിർത്തുന്നുണ്ടോ? എന്തിനെങ്ങനെ വായിട്ടലക്കുന്നത്? ഏട്ടത്തി പറഞ്ഞതിലെ എന്ത് തെറ്റാണ് ബി? നമുക്കെല്ലാവർക്കും നല്ലത് വരണമെന്ന് വസു വിചാരിച്ചിരുന്നെങ്കിൽ മാല നഷ്ടപ്പെടുമായിരുന്നോ? അങ്ങനെ ചോദിക്കേട്ടത്തി. ഇപ്പൊ മാലയില്ലാതെ പൂജ ചെയ്യാൻ പറ്റില്ലെന്നാണല്ലോ തിരുമേനി പറയുന്നത്. ദാ എന്നും പറഞ്ഞ് മാല ആകാശത്തുനിന്ന് പൊട്ടി വീഴുവോ? അതോ എന്തെങ്കിലും അതിശയം സംഭവിച്ച് മാല ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുവോ? ഉണ്ണി, ഉണ്ണി, അമ്മേ, ദേ മാല പിടിക്കമ്മേ. ഈ മാല നിനക്ക് എവിടെന്നാ കിട്ടിയത് ഉണ്ണി? നിങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് വരാൻ പറ്റാത്തോണ്ട് ഞാൻ വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പൂജാമുറിയിലെ ദൈവത്തിന്റെ ഫോട്ടോ താഴേക്ക് വീണു. ആ ഫോട്ടോയുടെ പുറകിലായിട്ട് ഈ മാല ഉണ്ടായിരുന്നു. ഈ മാല വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മുത്തശ്ശി പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാലയും കൊണ്ട് ഓടി വന്നത്. താങ്ക് യു ഉണ്ണി, താങ്ക് യു സോ മച്ച്. ഉണ്ണി, നിന്റെ ദേഹത്തെ ഈ പാടുകളൊക്കെ എന്ത് പറ്റി ഉണ്ണി?
പൂജയ്ക്ക് ലേറ്റ് ആവുമെന്ന് കരുതി ഞാൻ റോഡിലൂടെ ഓടി വരുമ്പോ കാല് തിന്നി വീണതാ അച്ഛാ. ഇത്രയും മുറിവുണ്ടായിട്ട് നീ ഇങ്ങോട്ട് ഓടി വന്നോ? അത് പിന്നെ പൂജയ്ക്ക് മാല അത്യാവശ്യമായിരുന്നില്ലേ വല്യമ്മേ? നീ വളരെ നല്ല കാര്യം ചെയ്തത് ഉണ്ണി. പൂജ മുടങ്ങാണ്ട് നീ രക്ഷിച്ചു. വെരി ഗുഡ് ഉണ്ണി. എന്താ സ്വാമികളെ, നല്ല സമയം ഇനിയും ബാക്കിയുണ്ടോ? അതെ ഉണ്ട്. വേഗം മാല ഇങ്ങ് കൊണ്ടുവരൂ. മാല ചാർത്തി കഴിഞ്ഞു. ഇനി ശാന്തി പൂജ ആരംഭിക്കാം. ഇപ്പോ അമ്പലം ചുറ്റി ശയനപ്രദക്ഷിണം ചെയ്യണം. ശയന പ്രദക്ഷിണമോ? ഗർഭിണിയായിരിക്കുന്ന വസു ശയന പ്രദക്ഷിണം ചെയ്ത വയറ്റിലുള്ള കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ? വസുവിന് പകരം ഞാൻ ശയന പ്രദക്ഷിണം ചെയ്താൽ മതിയാവുമോ പൂജാരി? പൂജ ആരാണോ ചെയ്യുന്നത് അവര് തന്നെ ശയനപ്രദക്ഷിണം ചെയ്യേണ്ടതുണ്ട്. നിനക്ക് ശയന പ്രദക്ഷിണം ചെയ്യാലോ വസു, പിന്നെന്താ കുഴപ്പം? അത് അമ്മേ, പൂജ ഞാൻ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ തന്നെ ശയന പ്രദക്ഷിണം ചെയ്തേനെ. ശയന പ്രദക്ഷിണം നടത്താൻ അമ്മ എന്താ ഇത്രയൊക്കെ മടിക്കുന്നത്? അമ്മയ്ക്ക് പകരം ഞാൻ തന്നെ ശയന പ്രദക്ഷിണം നടത്താം. തിരുമേനി, വസുന്ധര ഞാനും കൂടെ പൂജ ആരംഭിച്ചത്. അവൾക്ക് പകരം ഞാൻ പ്രദക്ഷിണം വെച്ചോളാം. അത് വേണ്ട അച്ഛാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പകരം ഞാൻ തന്നെ ശയന പ്രദക്ഷിണം നടത്തിക്കോളാം. പൂജ ചെയ്യാൻ പോകുന്ന അവരല്ലേ, പിന്നെ നീ എന്തിനാ പ്രദക്ഷിണം ചെയ്യുന്നേ? ഞാൻ എന്റെ അമ്മയുടെ അച്ഛന്റെയും മോൻ തന്നെയാണല്ലോ മുത്തശ്ശി. ഞാൻ ശയന പ്രദക്ഷിണം നടത്തിയ എന്താ പ്രശ്നം? കുട്ടികളും ദൈവങ്ങളും ഒന്നാണെന്നാ പറയാറ്. ഈ ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തും ചെയ്യുക, അവരെ സഹായിക്കാന്ന് പറയുക, അത് വളരെ വലിയ കാര്യമാണ്. നീ അത് ചെയ്യൂ മോനെ. താങ്ക് യു പൂജാരി. അമ്മേ, ശയന പ്രദക്ഷിണം എങ്ങനെ നടത്തേണ്ടെന്ന് പറഞ്ഞു തന്നേ. ഞാൻ മോന് പറഞ്ഞു തരാം ഉണ്ണി. ഭഗവാനായിട്ട് വന്ന് നീ എന്നെ രക്ഷിച്ചു ഉണ്ണി.
അദ്വൈത പ്രാകാരം. കഷ്ടപ്പെട്ട് ചെയ്ത പ്ലാൻ എല്ലാം നാശമായി. അവസാന നിമിഷത്തില് ആ മാല എടുത്തോണ്ട് വന്ന് ഉണ്ണി എല്ലാം നശിപ്പിച്ചു. അല്ലായിരുന്നെങ്കി ഇപ്പോഴേക്കും ആ വസുവിന് നല്ല വഴക്ക് കിട്ടുമായിരുന്നു. എല്ലാം ആന്റി കാരണോ? ആ നിങ്ങൾ കാരണോ ഇന്ന് വസുവേട്ടത്തി വഴക്ക് കേൾക്കാതെ രക്ഷപ്പെട്ടത്. ഞാനെന്താ ചെയ്തത്? ഉണ്ണിയെ വീട്ടിൽ നിർത്താതെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ അവൻ പിന്നെ മാലയായിട്ട് വരുമായിരുന്നോ? ആവശ്യമില്ലാതെ അവനെ അമ്മയെ കൊണ്ട് വഴക്ക് കേൾപ്പിച്ച് വീട്ടിൽ തന്നെ ഇരുത്തി. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞോ? ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് മോങ്ങി മോങ്ങി ഇരിക്കുന്ന വിചാരിച്ചത്. അവന്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല ആന്റിക്ക്. തല്ല് മുഴുവനും കൊണ്ടിട്ട് അവൻ ഓടി ഇവിടെ തന്നെ എത്തി. അതെ അതെ, അവന് വസുന്ന് വെച്ച ജീവനാ. അതൊക്കെ പോട്ടെ, ദൈവത്തിന്റെ ഫോട്ടോയുടെ പുറകിൽ ഒളിപ്പിച്ചു വെച്ച ആ മാല ഇവൻ എങ്ങനെയാ കണ്ടുപിടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ കഷ്ടകാലവും വസുവേട്ടത്തിയുടെ നല്ല കാലവും. രുദ്രാക്ഷമാല ഏത് സ്ഥലത്ത് ഏത് നേരത്താണോ എത്തേണ്ടത് അവിടെ തന്നെ എത്തി. മാല കിട്ടിയെന്ന് വിചാരിച്ച് എല്ലാം കഴിഞ്ഞെന്നല്ല അതിനർത്ഥം. ചെയ്യാനായി നമുക്കിനി ഒരുപാടുണ്ട്. ഇനി എന്ത് ചെയ്യാനാ? പൂജ നടക്കണമല്ലോ, ദൈവത്തിന് നിവേദ്യം അർപ്പിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെയെങ്കിലും വസുവിന് പിഴയ്ക്കാതിരിക്കുവോ? അവിടെ നമുക്ക് പണി കൊടുക്കണം. ഇത്തവണയെങ്കിലും സ്ട്രോങ് ആയിട്ട് പ്ലാൻ ചെയ്യണോ ആന്റി? നിങ്ങൾ കൊടുക്കുന്ന പണി വസുവേടത്തിയുടെ മാത്രമല്ല, ഉണ്ണിയുടെ കണ്ണിലും കണ്ണുനീര് വരണം. ഞാൻ വരുത്തിക്കൂടി. ആ അമ്മയും മോനെയും എങ്ങനെയെങ്കിലും അപമാനിച്ച് ഞാൻ കരയിക്കൂടി. ഈ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അവരെ ഞാൻ കരയിച്ചില്ലെങ്കിൽ എന്റെ പേര് സുമംഗലി എന്നായിരിക്കില്ല. ഈ സമയത്തുള്ള വീരവാദങ്ങളൊക്കെ ഉള്ളൂ. ആ കാര്യത്തിലോട്ട് കടക്കുമ്പോ നമ്മൾ കരയേണ്ടി വരും. ഇപ്രാവശ്യം കരയാൻ പോകുന്ന നമ്മളല്ല, അവളാണ്. നടക്ക്. മുത്തശ്ശി, ഞാൻ ശയന പ്രദർശനം പൂർത്തിയാക്കി. ഇതോടെ പൂജ കഴിഞ്ഞായിരുന്നോ? ഇല്ല മോനെ. മാഡം, നിവേദ്യം ഉണ്ടാക്കി അത് അമ്മയ്ക്ക് സമർപ്പിക്കണം. അപ്പോഴാണ് യഥാർത്ഥ പൂജ ആരംഭിക്കുന്നത്. അങ്ങനെ ആവട്ടെ പൂജാരി. വസുഭാവനെ, നിവേദ്യത്തിനായുള്ള ഏർപ്പാടുകൾ പോയി ചെയ്യേ. വസു, ഉണ്ണിയുടെ ഡ്രസ്സ് മാറ്റ്, ജലദോഷം വരും. വാ ഉണ്ണി. നിവേദ്യം അർപ്പിക്കാൻ പോവല്ലേ, അതെങ്ങനെയെങ്കിലും കുളമാക്കി വസുവിന് വഴക്ക് വാങ്ങിക്കൊടുക്കുന്ന കണ്ടോ? ആന്റി എന്താ ചെയ്യാൻ പോകുന്നേ? വസു ഉണ്ടാക്കുന്ന നിവേദ്യത്തിലെ കുറച്ച് കരിപ്പൊടി എടുത്തിടും. നിവേദ്യം മൊത്തം കറുപ്പായി പോവും. അത് അശുഭമാണ്. വസു ഉണ്ടാക്കിയത് കൊണ്ടാണ് അങ്ങനെ ആയതെന്ന് നമുക്ക് പറഞ്ഞാ പോരെ? സൂപ്പർ ഐഡിയ ആന്റി. വാ നമുക്ക് പോവാം.